നിങ്ങൾ ഈ ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കണം. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സോ ഇന്ന് നമ്മളെല്ലാവരും കൂടി നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ബീച്ചിലേക്ക് പോയതാണ്. ഈ ബീച്ച് ഭയങ്കര പീസ്ഫുൾ ആട്ടോ, അങ്ങനെ ഓവർ ക്രൗഡഡും അല്ല, എന്നാൽ അടിപൊളി സൺസെറ്റുമാണ്. അപ്പോൾ നമ്മളൊരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ എന്തോ ഒരു കൊട്ടയിൽ ഒരു സാധനം ബീച്ചിലേക്ക് ഡംപ് ചെയ്യണം നമ്മൾ കണ്ട്. നമ്മൾ അടുത്ത് പോയി നോക്കിയപ്പോൾ ഫുള്ള് പഴയതും പൊട്ടിയതായിട്ടുള്ള പ്ലാസ്റ്റിക് ചെരുപ്പുകൾ. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു എന്തായിട്ട് എങ്ങനെ ഇടണേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇത് പുഴയെന്ന് വന്ന സാധനങ്ങളാണ്, അപ്പോൾ ഇത് ഇവർക്ക് എന്താ ചെയ്യേണ്ട അറിയില്ല. അപ്പോൾ ഇവർ തിരിച്ച് ഇത് ബീച്ചിൽ തന്നെ ഡംപ് ചെയ്യാന്നാണ് പറഞ്ഞത്. അയാളെ ബ്ലെയിം ചെയ്തിട്ടും കാര്യമല്ല, ഇത് ഫസ്റ്റ് ഇട്ട ആളെയാണ് ബ്ലെയിം ചെയ്യേണ്ടത്. ഇതെന്തിനാ ഇങ്ങനെ പുഴയിലൊക്കെ ഇടണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ ചേച്ചിമാർ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ എടുക്കാൻ വരുന്നുണ്ടല്ലോ, അവരുടെ അടുത്ത് കൊടുത്താൽ ഈ ഇഷ്യൂ ഈസിലി അവോയ്ഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാലിഫോർണിയൻ്റെയും ഹവായിൻ്റെ നടുവിലായിട്ട് ദ ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ പ്ലാസ്റ്റിക് ഐലൻഡ്. നമ്മൾ ഈ ഇട്ട പ്ലാസ്റ്റിക്കൊക്കെ കൂടി കിടന്ന് അവിടെ ഒരു പ്ലാസ്റ്റിക് ഐലൻഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ്റെ സൗത്തും നോർത്തും അപ് ടു മധ്യപ്രദേശ് വരെ ഫുള്ള് പ്ലാസ്റ്റിക് ഇങ്ങനെ കൂടിക്കിടന്നുള്ള അവസ്ഥ. എല്ലാവരും ഇങ്ങനെ വേസ്റ്റ് റിവർക്കും ബീച്ചിൽക്കും ഇടുന്ന ആൾക്കാരാണെന്നല്ല ഞാൻ പറയണേ, പക്ഷെ അങ്ങനെ ഇടുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് നിങ്ങളെ ഒന്ന് ചോദിച്ചു നോക്കൂ.